ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ കാർത്തൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ടേ. കരുത്തുമോനെ, ഇതെന്ത് മീനാ ആണ്? വലുതുമോന്റെ ഫേവറേറ്റ് മീൻ ഏതാ? ഇതാണ്. ഇത് ഇഷ്ടാ വലുതുമോനെ? നമുക്ക് ഇതുകൊണ്ട് കൂന്തൽ നിറച്ചതുണ്ടാക്കാം. ഓക്കെ, അടിച്ചാള്. അപ്പൊ ഞങ്ങൾ കൂന്തൽ നിറച്ചതുണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. കാണിച്ചു തരാം. ഭരത്തുമോനെ പോലെ തന്നെ എനിക്കും ഫേവറേറ്റ് മീൻ കൂന്തൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ കൂന്തൽ വെച്ച് നമുക്ക് കോഴിക്കോട് വൈറലായിക്കൊണ്ടിരുന്ന നമ്മുടെ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാം കേട്ടോ. ഇത് വൈറലായിക്കൊണ്ടിരുന്ന ആ ടൈമിലും ഞാൻ ഇതിൻ്റെ വലിയ കൂന്തലുകൊണ്ട് അടിപൊളി കൂന്തൽ നിറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഭരത് മോൻ്റെ പാപ്പൻ ഗൾഫിലായിരുന്നല്ലോ, അവിടെയായിരുന്നു ജോലി. ഇപ്പം നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര വിഷമമാണെന്ന് പറയൂ കേട്ടോ, എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്ന്. അന്നേ ഒരുപാട് ലിസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇങ്ങനെ സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് യൂട്യൂബ് ചാനൽ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര കൊതിപ്പിക്കലാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അവിടുന്ന് നോക്കുമ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ സ്പെഷ്യൽ സാധനങ്ങൾ ഇടുമ്പോൾ അയ്യോ എനിക്കിതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ള വിഷമം വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ ലിസ്റ്റും പറഞ്ഞു തന്നാൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഒരുവിധം എല്ലാ ലിസ്റ്റുകളും ഉണ്ടാക്കിയിട്ട് അവസാനമായിട്ട് നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന സാധനമായിരുന്നു കേട്ടോ കോഴിക്കോട്ടെ വൈറലായിട്ടുള്ള കൂന്തൽ നിറച്ചത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കൂന്തൽ കിട്ടണ്ടേ. അപ്പോൾ കൂന്തൽ നമുക്ക് റെയറായിട്ട് കിട്ടുന്ന മീനാണ് കേട്ടോ. ഇപ്രാവശ്യം കൂന്തൽ കിട്ടിയപ്പം കുറച്ചെടുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യാനും വെച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ചധികം വലുത് തന്നെ എടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി വൈറൽ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ അന്ന് ഉണ്ടാക്കിയ അത്ര വലിയ കൂന്തലൊന്നുമല്ല. പിന്നെ അന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂന്തലിൻ്റെ തലയൊക്കെ നമ്മൾ ഈ നിറച്ചതിൻ്റെ മുന്നിലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ അതൊക്കെ മുറിച്ചെടുത്തിട്ട് ഈ മസാലയിലേക്ക് അങ്ങോട്ട് ചേർക്കും കേട്ടോ. അപ്പോൾ കൂന്തൽ നിറച്ചത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഉള്ളി ഇതെല്ലാം കൂടെ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കൂന്തലിൻ്റെ തലയും വാലും ചിറകും എല്ലാം കൂടെ എടുത്തിട്ട് കുനുകുന അരിഞ്ഞിട്ട് ഇത് നമ്മളിതാ ഈ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്കൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് അതൊന്ന് നന്നായിട്ട് സെറ്റായി ഡ്രൈ ആവണം കേട്ടോ. ശരിക്കും കൂന്തൽ നിറച്ചത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഗൈസ്? നമ്മുടെ കോഴിക്കോട് എന്തൊരു റേറ്റിനാണെന്നറിയാം, 125 180 രൂപയ്ക്കാണ് ഒരു നിറച്ചത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങളത് പോയി കഴിക്കാനൊന്നും നിന്നില്ല. നമുക്ക് എന്തായാലും എപ്പോഴായാലും റെയറായിട്ടാണെങ്കിലും കൂന്തൽ കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്ത് സ്പെഷ്യൽ സാധനങ്ങളും യൂട്യൂബ് നോക്കിയിട്ടൊക്കെ നമ്മൾ അങ്ങോട്ട് ഉണ്ടാക്കാറാണ് കേട്ടോ പതിവ്. നമുക്കൊരു ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മടി പിടിച്ചിട്ട് അയ്യോ അത് കഴിക്കണമായിരുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ ഗൈസ്. ഇപ്പോൾ നമുക്ക് എന്തുണ്ടാക്കണമെങ്കിലും യൂട്യൂബ് നോക്കി നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാം. അതിന് വലിയ കഴിവ് വേണമെന്നൊന്നുമില്ല, നമുക്കൊരു ഇഷ്ടം മതി. ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് സാധനങ്ങളും ഉണ്ടാക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് തേങ്ങ രാവണം. ഇതാണ് ഈ നിറച്ചതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഗൈസ്. ഈ മസാലയിൽ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത് ഈ തേങ്ങ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അത്ര മതി, വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കേണ്ട. അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല മൊരുമൊരുങ്ങനായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്തിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന മസാല അല്ലേ, നമ്മുടെ കൂന്തൽ റോസ്റ്റിലേക്കുള്ള ആ മസാലയിലേക്ക് അങ്ങോട്ട് ഈ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക ഗൈസ്. ഇത്രേ ഉള്ളൂ കേട്ടോ പനി. അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിങ്ങിൻ്റെ പരിപാടി ഇത്രേ ഉള്ളൂ. ഉള്ളി വാട്ടുക, അതിലേക്ക് കൂന്തലിടുക, പിന്നെ നമ്മൾ റോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മസാലപ്പൊടികൾ അങ്ങോട്ട് ഇടുക, പിന്നെ കുറച്ച് തേങ്ങ രാകിയിട്ട് ഒന്ന് വാട്ടിയിട്ട് അത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഗൈസ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നല്ല റോസ്റ്റ് പരുവം പോലെ നന്നായിട്ട് അങ്ങോട്ട് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സ്പെഷ്യൽ വിഭവങ്ങളും നമ്മൾ വിചാരിച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമെന്നുള്ളൂ കേട്ടോ. ചെറിയ രീതിയിലുള്ള പൈസ ചിലവുകളൊക്കെ ഉണ്ടെങ്കിലും പുറത്തുനിന്ന് നമ്മൾ വലിയ പൈസയ്ക്ക് വാങ്ങുന്നതിന് നല്ലൊരു ലാഭം തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പിന്നെ പുറത്തുനിന്ന് അവർ എന്തൊക്കെയാണ് ഇട്ടുണ്ടാക്കുന്നത് നമുക്ക് തന്നെ അറിയില്ലല്ലോ. ഇനി നമുക്ക് ഈ കൂന്തളൊന്ന് നിറച്ചെടുക്കാം ഗൈസ്. അതിന് വേണ്ടി ഇതാ കുറച്ച് ഈർക്കിലൊക്കെ ഞാൻ കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിന് വേണ്ടി മറ്റേ ആ പല്ല് കുത്തുന്ന കോലില്ലേ, അതായിരുന്നു വേണ്ടത്. അതില്ലാത്തതുകൊണ്ട് നമ്മളെ നാടൻ ഈർക്കിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കൂന്തളിലേക്ക് ഈ ഫില്ലിങ്സ് ഒക്കെ നിറയ്ക്കാം. ഇത് നിറയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ആർത്തിമൂത്ത് കുത്തി നിറയ്ക്കരുത് ഗൈസ്. അപ്പോൾ അത് പൊട്ടിപ്പോട്ടോ കൂന്തൽ. നമ്മൾ ഇനി ഇത് ആവിയിൽ വേവിക്കുകയാണ് ചെയ്യുക, അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് നിറച്ചിട്ട് ഇതിങ്ങനെ ഈർക്കിൽ കുത്തിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഞാൻ 1-2 വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കൂന്തളിനെ ആദ്യം തന്നെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കട്ടോ. അപ്പോൾ ഈ വെള്ള കളർ അങ്ങോട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതാ കൂന്തളൊക്കെ നിറച്ച് ഞാനിതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോന്നായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങോട്ട് ആവിയിൽ വേവിച്ചെടുക്കണം ഗൈസ്.
കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. ആവിയിൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മസാലയൊക്കെ തേച്ച് പൊരിച്ചും കൂടെ എടുക്കണം. അപ്പം നമ്മുടെ പരിപാടിയൊക്കെ കഴിയട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് ഇതിന് ഈ കുക്കറിലേക്ക് നമ്മുടെ ഇഡ്ലി ചെമ്പില്ലേ അതിലേക്കാണ് കേട്ടോ വെക്കുന്നത്. അതിലേക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട് ഓരോ കൂന്തലിനെ എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 10-15 മിനിറ്റ് അത് മെല്ലെ സിമ്മിലിട്ടിട്ട് ആവി ഇട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. പിന്നെ നമുക്ക് ഒരുപാട് നേരം പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മസാല ജസ്റ്റ് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെ കൂന്തൽ കഴിച്ചിട്ടില്ലേ, ഇതുപോലെ കൂന്തൽ നിറച്ചത് കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കൂന്തൽ കിട്ടുകയാണെങ്കിൽ, വലുതില്ലെങ്കിലും ചെറുതാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ് കേട്ടോ. കൂന്തൽ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുമോ? എന്തായാലും എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുമെന്ന്. എന്തായാലും നമ്മുടെ കൂന്തൽ നിറച്ചത് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൂടി വെക്കുന്നുണ്ട് ആവി വരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ആവിയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ കുറച്ച് മസാലപ്പൊടികളൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പോഴേക്ക് ആവിയൊക്കെ വന്ന് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമാണ് എടുത്തത്, കുറച്ച് കുരുമുളക് പൊടി. എന്നിട്ട് നന്നായിട്ട് കൂന്തലിലേക്ക് അങ്ങോട്ട് പുരട്ടിയിട്ട് നമ്മളെ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കുക. കണ്ടോ ഗായ്സ്, പൊട്ടിത്തെറിക്കുന്നത് കണ്ടോ? എൻ്റെ മുഖത്തും കഴുത്തിലൊക്കെ പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇതുപോലത്തെ അബദ്ധങ്ങൾ ആരും ചേർത്ത് ഇടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ മൂടി വെക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ആദ്യം ഇടുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. അപ്പം നമുക്ക് നിരക്കും വരിക്കും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ കൂന്തൽ നിറച്ച് ഉണ്ടാക്കുന്ന ദിവസത്തെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നമ്മുടെ ഭരത് മോൻ്റെ പാപ്പൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ ഞങ്ങൾ ആഘോഷിക്കാൻ വിചാരിച്ചു. പക്ഷെ പാപ്പന് ജോലിക്ക് പോകേണ്ടതുകൊണ്ട് പകലില്ലാത്തതുകൊണ്ട് രാത്രി വന്നപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കൂന്തൽ നിറച്ചത് പാപ്പൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും ഈ കൂന്തൽ നിറച്ചത് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അവൻ്റെ പാപ്പന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇതാ അടിപൊളി കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാനുള്ള റെസിപ്പി ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇപ്പം തന്നെ കണ്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട്. അപ്പം ഞാനിവിടെ ചപ്പാത്തിൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പം ചാറായിട്ട് ഞാൻ കുറച്ച് മീൻകറിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭരത്തുമോന് കൂന്തൽ നിറച്ച് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവനും ഓടി വന്നു കേട്ടോ. എരിവൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവനിവിടെ കഴിക്കുന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്ന് താഴെയൊക്കെ പോയിട്ടോ. അവസാനം അവന് ഞാൻ വേറെ കൊടുത്തു. അവൻ നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടു. അപ്പോൾ ബർത്ത്ഡേ വീഡിയോ നിങ്ങൾ കണ്ടോളൂ.